നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബി വനിതകളാരും യുദ്ധം ചെയ്യാൻ പോയിട്ടില്ല. പക്ഷെ യുദ്ധത്തിന് പോയവരുടെ കൂട്ടത്തിൽ വനിതകൾ ഉണ്ടായിരുന്നു. എന്തെങ്കിലും മുറിവ് പറ്റിയാൽ അവർ ആശ്വസിപ്പിക്കാൻ, സമാധാനിപ്പിക്കാൻ, ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ, സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ മക്കളും ഭാര്യമാരും പോയിരുന്ന കഥകളൊക്കെയും ധാരാളമുണ്ട്. ചുരുക്കത്തിൽ ദീനിന്റെ വളർച്ചക്ക് ഇതിന്റെ പിന്നാലെ ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ സ്ത്രീകൾ വളരെയധികം അതിനുവേണ്ടി സഹായിച്ചവരായിരുന്നു. ഇന്നും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ സമസ്ത കാഴ്ച വെക്കുന്ന ഏത് പദ്ധതി ഉണ്ടെങ്കിലും ബഹുമാനരായ ഉസ്താദുമാർ വിദ്യാർത്ഥികളിലൂടെ ക്ഷേമനിധിക്കോ മറ്റോ കാര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞയച്ചാൽ കൂടുതലും അതിനെ സഹായിക്കുന്നത് വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളാണ്. അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ചില്ലറ പണം നൽകിയിട്ട് കുട്ടികളെ മദ്രസയിലേക്ക് അയക്കും, ഉസ്താദിനോട് കൊണ്ടു കൊടുക്കണം, അത് സമസ്തയിലേക്ക് എത്തും. സമസ്തയാണെങ്കിൽ ആ പണവുമായിട്ട് എന്ത് ചെയ്യുന്നതൊക്കെ എന്ന് നമുക്കൊക്കെയും അറിയാമല്ലോ. ഇത് അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ ദീന്റെ കാവൽ ഭടന്മാരാണ് ബഹുമാനപ്പെട്ട ഉലമാക്കൾ. അള്ളാഹുവിന്റെ ദീനിന് താങ്ങും തണലുമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഉമറാക്കൾ. അള്ളാഹുവിന്റെ ദീനിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ. അതുകൊണ്ടിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ള മഹിതമായ സംഘടനയെ ആലിമ്യങ്ങൾ രൂപീകരിക്കുന്നു. ഉമറാക്കളുടെ നേതൃത്വത്തിൽ സുന്ദരമായ മദ്രസ സംവിധാനങ്ങളും മറ്റും അത് നിലനിർത്തി പോരുന്നു. നാട്ടിന്റെ നന്മക്ക് വേണ്ടി അതിന് ഫലം നൽകാൻ വേണ്ടിയിട്ട് SKS പോലത്തെ സംഘടനയെ ബഹുമാനപ്പെട്ട സമസ്ത ഉണ്ടാക്കുന്നു. ചെറുപ്പക്കാരായ സാധാരണ ബാല്യക്കാരും ഉസ്താദുമാരും പരസ്പരം ചേർന്നിട്ട് ഇതുപോലത്തെ നല്ല പരിപാടികളും ഒക്കെ ഇങ്ങനെ ചെയ്തു വരുന്നു. സമസ്ത നമ്മുടെ നാട്ടിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹുവിന്റെ ദീന് പ്രചരിച്ചിരുന്ന കാര്യം നമുക്കൊക്കെയും അറിയാമല്ലോ. മാലിക് ദിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിലൂടെയായിരുന്നു. അതിനുശേഷം ഇസ്ലാമിന് കൂടുതൽ പ്രചരണ പ്രവർത്തനങ്ങൾ ഉണ്ടായത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു അവരുടെ കാലത്തായിരുന്നു. നമ്മുടെ ദക്ഷിണ ഭാരതത്തിൽ, ഈ ഭാഗത്ത് ഉത്തര ഭാരതത്തിൽ ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത്. മൂന്നാമത്തെ ഘട്ടമായിട്ട് ഏറ്റവും കൂടുതൽ ദീനിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായത്, ദീനിന്റെ ചൈതന്യമുണ്ടായത്, വിപ്ലവം സൃഷ്ടിക്കുന്ന രീതിയിൽ ദീനിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ള ഈ മഹിതമായ സംഘടനയിലൂടെ. അത് പറയാൻ വേണ്ടിയിട്ട് വാളിന്റെ ആവശ്യമില്ല. നമ്മുടെ നാട്ടിലുള്ള, നിങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ള ഈ മാടാവ് എന്ന നാട്ടിൽ തന്നെ ഏകദേശം ഒരു 80 വർഷം 90 വർഷം പ്രായമുള്ള വയസ്സനായ ആളോടൊന്ന് ചോദിച്ചു നോക്കൂ, മാടാവ് എന്നുള്ള ഈ നാട്ടിൽ അന്ന് ദീനിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു, മദ്രസ എങ്ങനെയായിരുന്നു, ദീന് പഠിക്കുന്നത് എങ്ങനെയായിരുന്നു, പഠിപ്പിക്കുന്നത് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു നോക്ക്. നമ്മുടെ നാടുകളിലൊക്കെയും ഏകദേശം 50-60 വർഷങ്ങൾക്ക് മുമ്പ് പള്ളിയിലേക്ക് പോയിരുന്ന മുസ്ലിമീങ്ങളുടെ സംഖ്യ കുറവായിരുന്നു. നാട്ടിൽ ധാരാളം മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിലും പള്ളിയിലേക്ക് പോകുന്നത് കുറച്ച മുസ്ലിമീങ്ങൾ. കാരണം നിസ്കാരത്തിന്റെ മഹത്വങ്ങളൊന്നും അവർക്കറിയില്ല. ഏകദേശം പോയാൽ ജുമുഅക്ക്, അതല്ലെങ്കിൽ പെരുന്നാളിന്. കൂടുതൽ ആൾക്കാരും 5 വക്ത് നിസ്കരിക്കാത്തവർ ആയിരുന്നു അന്നുണ്ടായിരുന്നു. നോമ്പാണെങ്കിലും കുറച്ചും വയസ്സന്മാർ, ദീനി ബോധമുള്ള കുറച്ച് ആൾക്കാർ നോമ്പ് അനുഷ്ഠിക്കും, അധികം ആൾക്കാരും നോമ്പ് അനുഷ്ഠിക്കാറില്ല. അങ്ങനെയുള്ള ഒരു പതിവെല്ലാം മുമ്പുണ്ടായിരുന്നു ഈ കുഗ്രാമങ്ങളിലൊക്കെ, ദീനി ദഅവത്ത് എത്താത്ത നാടുകളിലൊക്കെ. ഇന്ന് മലയോര പ്രദേശങ്ങളിൽ, ഘട്ടപ്രദേശങ്ങളിൽ ഉള്ള രീതിയിൽ. ചുരുക്കട്ടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളുടെ വാക്കുകളെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, എന്നാലും ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളം ആൾക്കാരുണ്ട്. ഏകദേശം 95% ആൾക്കാർ മുസ്ലിമീങ്ങൾ പള്ളിയിലേക്ക് പോകുന്നവരാണ്. 50% മുസ്ലിമീങ്ങൾ 5 വക്ത് നിസ്കാരത്തിനും പള്ളിയിലെത്തുന്നവരാണ്.
അതേ രീതിയിൽ 99% മുസ്ലിമീങ്ങളിലും ജുമുഅക്ക് പള്ളിയിലേക്ക് എത്തുന്നവരാണ്, പെരുന്നാളിന്റെ പള്ളിയിലേക്ക് എത്തുന്നവരാണ്. ചുരുക്കം ചിലപ്പോൾ 1-2 ആൾക്കാർ മാത്രമായിരിക്കും ജുമുഅക്ക് പോകാതെ, പള്ളിയിലേക്ക് പോവാതെ, നിസ്കരിക്കാതെ ഇങ്ങനെ ബാക്കിയാകുന്നത്. എന്നാലും പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, പള്ളിയിലേക്ക് പോകാത്തവരുണ്ട് നമ്മുടെ നാട്ടിൽ. ചിലപ്പോൾ കള്ള് കുടിക്കുന്നവർ, മുസ്ലിമിന്റെ ഇസ്ലാമിന്റെ പേരും വെച്ചിട്ട് കള്ള് കുടിക്കുന്നവരുണ്ടാകാം, അതേപോലെ മോഷ്ടിക്കുന്നവരുണ്ടാകാം, അതേപോലെ കഞ്ചാവിന്റെ പിന്നാലെ പോകുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ മറ്റു ഗുണ്ടായിസമിന്റെ അക്രമ പ്രവർത്തനത്തിന്റെ പിന്നാലെ പോകുന്നവരുണ്ടായിരിക്കാം. എന്നാലും അവർക്കും എന്താണ് പള്ളി, എന്താണ് നിസ്കാരം, എങ്ങനെയാണ് നിസ്കാരം, അത് നിസ്കരിക്കേണ്ടത് എങ്ങനെയെന്നെല്ലാം അവർക്കറിയാം. ഘട്ടപ്രദേശങ്ങളിൽ, ഉദാഹരണത്തിന് ബിജാപുര പോലത്തെ നാടുകളിൽ പണ്ടേ പരിശുദ്ധ ഇസ്ലാം അവിടെ ഉണ്ടായിരുന്നു. ധാരാളം പള്ളികളുണ്ട് അവിടെ. നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ലയേക്കാൾ കൂടുതൽ പള്ളിയുണ്ട് ബിജാപുര പരിസര പ്രദേശങ്ങളിൽ. നിസാമന്മാർ ഭരണം നടത്തിയ സ്ഥലമാണത്. ഇന്നും ബിജാപുരത്തെ പല പ്രദേശങ്ങളിൽ ധാരാളം വലിയ വലിയ പള്ളികളുണ്ട്. 90% പള്ളികളും ഇന്ന് ഖറാബായി കിടക്കുകയാ. എന്തിനേറെ ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു പള്ളിയുണ്ട് ബിജാപുരത്ത്. ഞാൻ കണ്ടതാണ് 8-9 വർഷങ്ങൾക്ക് മുമ്പ്. ആ പള്ളിയാണെങ്കിൽ മിമ്പറും മെഹ്റാബും പള്ളിയുടെ രീതി ഉണ്ട് എന്നല്ലാതെ ബാങ്കില്ല, നിസ്കാരമില്ലാത്ത, ജുമുഅയില്ലാത്ത, ജമാഅത്തില്ലാത്ത, ഖുർആൻ ഓതില്ലാത്ത, ഇഅ്തികാഫില്ലാത്ത, സുജൂദ് പോലും ഇല്ലാത്ത, ജുമുഅ പോകട്ടെ പെരുന്നാൾ പോലും ഇല്ലാത്ത പള്ളി. ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഒരു സഫിൽ 300ഓളം ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള പള്ളി അല്ലെ. മാടാവിന്റെ ഉള്ളത്തെ പള്ളിയിൽ 300 ആൾക്കാർ നിൽക്കാനൊന്നും കഴിയില്ല. കൂടിയെങ്കിൽ ഒരു 150, 150, 200 ആൾക്കാർ അതിൽ നിന്ന് നിസ്കരിക്കാം. ഒരു സഫിൽ 300ഓളം ആൾക്കാർ നിൽക്കുന്ന പള്ളി, അങ്ങനെ 100 ചില്ലാനം സഫുണ്ട് ആ പള്ളി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അത്രയും വലിയൊരു പള്ളി ഇന്ന് മൈതാന് പോലെ ഖറാബായി കിടക്കുകയാ. ബാങ്കില്ലാതെ, നിസ്കാരമില്ലാതെ, ദീനിന്റെ ഒരു ഷിയാർ പോലും ഇല്ലാതെ. എന്ന് മാത്രമല്ല, അത് മ്യൂസിയം പോലെ, മ്യൂസിയമായിട്ട് ഇന്ന് ആ രീതിയിൽ ജനങ്ങൾ എങ്ങനെ പ്രവാസ അഥവാ യാത്ര വരുന്ന ജനങ്ങൾ, ടൂറിസ്റ്റുകളാണ് അതിനുള്ളിൽ കയറുന്നതും. അതേപോലെ പാൻറ്റും ഇട്ടിട്ട്, ഷഡ്ഡിയിട്ടിട്ട് പെണ്ണുങ്ങൾ പോലും. ഒരു ഭാഗത്ത് നായ്ക്കൾ കുഞ്ഞു വെക്കുന്നുണ്ട്, അതേപോലെ പശുക്കൾ അതിന്റെ കുട്ടികൾക്ക് ജന്മം നൽകുന്നുണ്ട്. മറ്റുള്ള യാചിക്കുന്നവർ, യാചകർ മുഴുവനും ആണുങ്ങളും പെണ്ണുങ്ങളും താമസിക്കുന്നതും മൂത്രിക്കുന്നതും കാഷ്ടിക്കുന്നതും പള്ളിയുടെ അകത്താണ്. നിസ്കരിക്കാൻ ആളില്ലാത്ത രീതി എത്ര പള്ളികളാ അങ്ങനെയുള്ളത് അല്ലെ. നമുക്കൊരു ബാബരി മസ്ജിദ് വലിയൊരു പ്രശ്നമായ ഒരു കാലത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ തകർത്തവരുടെ ജീവിതം അല്ലാഹു തകർക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ. ഇത് മുഴുവനും ഇന്ന് പൂർണ്ണമായും കൈവിട്ടു പോയി. അടുത്ത 28-ാം തീയതി അത് മറ്റുള്ളവരോട് പൂജിക്കാൻ വേണ്ടി പിന്നെ തുടങ്ങുകയാണ്. ഒരു ബാബരി മസ്ജിദിന്റെ കാര്യം പറയുന്നത് വലിയ ദുഃഖമുള്ളത്. എന്നാലും പറയട്ടെ, അങ്ങനെയുള്ള എത്ര പള്ളികളുണ്ട് മുസ്ലിമിങ്ങളുടെ നാട്ടിൽ. മുസ്ലിമിങ്ങൾ ഉണ്ടായിട്ട് പോലും അവിടെ ഈ രീതിയിൽ നായ്ക്കൾ കുഞ്ഞു വെക്കുന്ന രീതിയിൽ യാചകരും മാർവാടികളും വന്നിട്ട് അവിടെ താമസിക്കുന്ന രീതിയിലുള്ള പള്ളികൾ. എന്തുകൊണ്ടിട്ട്? അതാർക്കെങ്കിലും പ്രശ്നമുണ്ട്? ആർക്കും പ്രശ്നമില്ല. അവരും ഫോട്ടോ എടുത്ത് വരും, അല്ലെങ്കിൽ ഇങ്ങനെ പ്രസംഗത്തിന് ഇങ്ങനെ പറയുന്നല്ലാതെ ഒരു കാര്യം അതുകൊണ്ടിട്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ ആയി? ആ നാട്ടിലുള്ള മുസ്ലിമുകൾ നിസ്കരിക്കാത്തവരായി. ആ നാട്ടിലുള്ള മുസ്ലിമുകൾക്ക് ജുമുഅ വേണ്ടാതെയായി. ഖുർആനിന്റെ സംവിധാനം ഇല്ലാതെയായി. മദ്രസ സംവിധാനങ്ങൾ ഇല്ലാതെയായി. മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചിരുന്ന നാട്, മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചിരുന്ന നാട്, അത് ലോകമറിയപ്പെട്ട ഗുംബസുകളുള്ള നാടത് അല്ലേ. എന്തുകൊണ്ട് മദ്രസ സംവിധാനങ്ങളില്ല? നമ്മുടെ നാട്ടിലുള്ളതുപോലെ ആലിമ്യങ്ങളില്ല. അതേപോലെ ആലിമ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ ആ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. ഇന്ന് അൽഹംദുലില്ലാഹ് SKSF-ന്റെയും സമസ്തയുടെയും പ്രവർത്തകർ ധാരാളം മദ്രസകൾ നിർമ്മിച്ച് നല്ല രീതിയിൽ പുനർജന്മം നൽകുന്നു പരിശുദ്ധ ഇസ്ലാമിന്റെ ദഅവാ പ്രവർത്തനങ്ങൾക്ക്. സൂചിപ്പിച്ചത് മാത്രം എൻ്റെ പ്രിയപ്പെട്ട സഹോദര, സമസ്ത നമ്മുടെ നാടുകളിൽ എന്ത് ചെയ്തു എന്നതിന്റെ മറുപടിയാ പറഞ്ഞു വരുന്നത്. എന്തിന് സമസ്ത? പ്രിയപ്പെട്ട സഹോദര, എന്തിന് ഈ സമസ്ത, എന്തിന് SKSF അല്ലെ? പലരും വിചാരിക്കുന്നത് ഇതൊരു പാർട്ടി, കുറെ പാർട്ടി ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ, ജമാഅത്തെ ഇസ്ലാമിയും സലഫിയും അതും ഇതും എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറെ മുസ്ലിമുകളുടെ ഇടയിൽ, കുറെ സുന്നികളുടെ ഇടയിൽ വിവിധ പാർട്ടിയും എല്ലാം വിഭാഗം ഉണ്ടാകുന്ന സമയത്ത് SKSF അത് സമസ്തന്റെ ഒരു പാർട്ടി, മറ്റത് പിന്നൊരിന്റെ പാർട്ടി.
അങ്ങനെ മനുഷ്യന്മാർ പാർട്ടിയായിട്ട് ഇങ്ങനെ സീൽ കുത്തി കഴിഞ്ഞു, അതൊരു പാർട്ടി. കുറെ ആൾ അതിലും ഇല്ല ഇതിലും ഇല്ല, കുറെ അങ്ങനെയുള്ളത്. കുറച്ച് ആൾക്കാർ അപ്പുറത്ത് മാത്രം, കുറച്ച് ആൾക്കാർ ഇപ്പുറം മാത്രം. ഏതായാലും ചുരുക്കത്തിൽ ഇതൊരു പാർട്ടി, അത്രേ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതൊരു പാർട്ടിന്റെ സമ്മേളനം, അത് പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കുന്നത്, പാർട്ടിന്റെ ജാഥ, പാർട്ടിന്റെ പരിപാടി. എന്താണ് SKSF എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചു. എന്താണ് SKSF, എന്തിന് നമ്മുടെ നാട്ടിൽ SKSF എന്നതിനൊരു ഉദാഹരണം മാത്രം പറയുന്നത്. ആ നാട്ടിന്റെ അവസ്ഥ എങ്ങനെ? മുമ്പ് ഞാൻ ഒരു സ്ഥലത്ത് ജോലി ചെയ്തിരുന്ന സ്ഥലത്തിന്റെ ഒരു പെണ്ണിനെ, ആ ഭാഗത്തേക്ക് വസ്പേട്ട ഭാഗത്തേക്കാണ് ആ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുത്തത്, അല്ലേ, ഒരു ഹനഫി. എന്നിട്ട് ആ നാട്ടിലെ അവിടുത്തെ നാട്ടിലെ ഖത്തീബ് ഞാനാണ്. ദക്ഷിണ കന്നഡ പേര് പറയുന്നില്ല ലൈവ് ഉള്ളത് കൊണ്ടിട്ട്. ആ നാട്ടിലെ ഖത്തീബായിരുന്നു ഞാൻ കുറെ കൊല്ലം മുമ്പ്. അവിടെ നിന്നാണ് എന്റെ മഹല്ലത്തിനാണ് പെണ്ണ് കൊടുക്കുന്നത്, ഒരു ഹനഫി ചെറുപ്പക്കാരൻ. അങ്ങനെ അവനെ കൂട്ടിക്കൊണ്ടുവന്ന നാട്ടിലേക്ക് കല്യാണത്തിന് നിക്കാഹ് വെക്കാനും ഞാൻ ഉണ്ടായിരുന്ന ആ മഹല്ലത്ത്. ഒരു കുഗ്രാമത്തിൽ നമ്മുടെ നാട്ടിൽ സാധാരണ കുറെ പെണ്ണുങ്ങൾ മുമ്പൊക്കെ, ഇപ്പൊ പതിവെല്ലാം നിർത്തി, കേരളത്തിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക, ഗുജറാത്തിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക, അഹമ്മദാബാദിലേക്കും അതേപോലെ ബോംബെയിലേക്കും ഡൽഹിയിലേക്കും ഘട്ടത്തിലേക്കും അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുക എന്ന് നാട്ടിൽ. പിന്നെ ഈ വരദക്ഷിണ കൊടുക്കാൻ പണവും പൈസയും കൊടുക്കാൻ പൈസയും ഇല്ല, ധാരാളം കൊടുക്കാൻ പണവും, പിന്നെ പൊന്നു കൊടുക്കാനും പണവും ഇല്ല. ഇതിന്റെ പേരിൽ അവിടെ 2 പൗണ്ടിന്റെ ഒരു കരിമണി കൊടുത്തിട്ട് ഒരു 10,000 ഉറുപ്പിക കൊടുത്താൽ മതി, എല്ലാം ശരിയായി. അങ്ങനെ എത്രയോ പെണ്ണുങ്ങൾ അങ്ങനെയുണ്ട്. ഞാൻ അറിയുന്ന കുറെ പെൺകുട്ടികളെ, ഞാൻ അറിയുന്ന കുറെ കുടുംബത്തിന്റെ പെൺകുട്ടികളെ അങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അവരുടെ ഉമ്മയും ബാപ്പയും നാട്ടിൽ മരിച്ചുപോയി. പിന്നെ ജ്യേഷ്ഠജന്മാർ നോക്കാൻ പിന്നെ പോകുന്ന പതിയൊന്നുമില്ല. എന്നിട്ട് ഞാൻ അറിയുന്ന തന്നെ ഒരു കുടുംബത്തിന്റെ ഒരു പെണ്ണ് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഗുജറാത്ത് ഭാഗത്തോടെ കല്യാണം കഴിച്ചു കൊടുത്തത്. കുറെ കൊല്ലം കഴിഞ്ഞ് ഈ അടുത്തിട്ട് ഒരുക്ക വന്ന സമയത്ത് നാട്ടിലെ സ്വന്തം ജ്യേഷ്ഠജന്മാർക്ക് പോലും പരിചയമില്ലാത്ത രീതിയിൽ ഉമ്മ ബാപ്പ മരിച്ചുപോയി. ബന്ധം മുഴുവനും മുറിച്ച രീതിയിൽ ആ കൊണ്ടുപോയിട്ട് വലിച്ചെറിഞ്ഞതുപോലെ അവരെ കാണുമ്പോൾ ദുഃഖം വരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ധാരാളം ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പരസ്പര ബന്ധം എന്തെങ്കിലും കഷ്ടസുഖങ്ങൾക്ക് വരുന്ന പതിവെല്ലാം ഉണ്ട്. മുമ്പ് അങ്ങനല്ല, കൊടുത്തങ്ങൾ അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഒരു ജീവിതം, ഒരു പെൺജന്മം എന്ന് പറയാം അന്നത്തെ കാലത്ത്. ഇന്ന് ജനങ്ങൾക്ക് എന്താണ് പെണ്ണ്, എന്താണ് പെങ്ങള്, എന്താണ് ഭാര്യ, എന്താണ് ഉമ്മ, എന്താണ് സഹോദരി എന്ന് അറിയാനും പഠിക്കാനും കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ കല്യാണത്തിന് പുതിയാപ്പിളെല്ലാം വന്നല്ല സെറ്റപ്പായി വലിയ വലിയ പക്കടി കെട്ടിയ അഥവാ മുണ്ടാസ് കെട്ടിയ വലിയ വലിയ താടിയൊക്കെ വെച്ചിരുന്ന കുറെ വയസ്സന്മാർ, ഒരു 10-15 വയസ്സന്മാർ, വലിയ വലിയ ആലിമ്യങ്ങളെ പോലെ, മുഫ്തികളെ പോലെ അഥവാ കാലിമാരെ പോലെ കാണാൻ ആ രീതിയിലുള്ള ആൾക്കാർ അങ്ങനെ വന്നിട്ട് നിക്കാഹിനൊക്കെ റെഡിയായി പുതിയാപ്പിളിനെ കൊണ്ടുവന്നിരുത്തി. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാ നിക്കാഹ് കഴിച്ചു കൊടുക്കുക? നിങ്ങളുടെ നാട്ടിലെ പതിവ് എങ്ങനെ? ഖുതുബ ഓതുന്ന പതിവോ? അതേപോലെ അനിഫുസിലറെ കാണാനില്ല, ഇപ്പൊ കണ്ടു, മാഷാ അല്ലാഹ്. അപ്പൊ പിന്നെ ഖുതുബ ഓതുന്ന പതിവാ അല്ല നിക്കാഹ് കഴിച്ചു കൊടുക്കുന്ന പതിവ് എങ്ങനെ? നിങ്ങളുടെ നാട്ടിലെ സമ്പ്രദായം എങ്ങനെ ചോദിച്ചു. അപ്പോ ഇല്ല ഗുരുക്കളെ, അത് നിയമമാടി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്താക്കി ഖുതുബോധി, ഞാൻ നിക്കാഹ് കൊടുക്കാൻ ഖുതുബോധി അതുകൂടെ നിയമമാടി. അതും പറഞ്ഞവർ അങ്ങനെ ഖുതുബോധി നിക്കാഹ് കഴിച്ചു. യാതൊരു ദുആ മാടി എന്ന് പറയുന്ന സമയത്ത് അതുകൂടെ നിയമമാടി. അങ്ങനെ ദുആ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൂടെ ഉണ്ട് വലിയ വലിയ താട്, വലിയ വലിയ ആലിമ്യങ്ങളെ ഞാൻ വിചാരിച്ചത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്തുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു വയസ്സനോട് ചോദിച്ച്, ഈ നിങ്ങളുടെ നാട്ടിൽ ഈ വന്ന കൂട്ടത്തിൽ ഈ 15 വലിയ വലിയ ആൾക്കാരുണ്ടല്ലോ, സാധാരണ മറ്റുള്ള ആൾക്കാരെല്ലാം ഉണ്ട്, എന്നാൽ ഈ കൂട്ടത്തിൽ ആലിമ്യങ്ങാരും നിങ്ങളൊക്കെ ഇമാം സാബാര്, മുഫ്തി സാബാര്. ആ സമയത്ത് അടുത്തുള്ള പറഞ്ഞ മുഫ്തി സാബ് ഇല്ല, അയാൾ പിന്നെ അഹമ്മദാബാദിലേക്ക് പോയിന്, ഈ മാങ്ങന്റെ സീസൺ ആ സമയത്ത്. അപ്പൊ കച്ചവടത്തിന് വേണ്ടിട്ട് മുഫ്തി സാബ്, ഞങ്ങളുടെ നാട്ടിൽ ഇമാം സാബ് പള്ളിന്റെ താക്കോളി എടുത്തുകൊണ്ടാണ് അവിടെ പോകുന്നത് അഹമ്മദാബാദ് കച്ചവടത്തിന്. 3 മാസം മാങ്ങന്റെ സീസണിന്റെ ടൈമിൽ അയാളില്ല, അയാൾ താക്കോൽ എടുത്തോണ്ട് പോകും. അപ്പൊ ഞങ്ങൾ താക്കോൽ എന്തിനും, താക്കോൽ കൊണ്ടില്ലെങ്കിൽ ബാറാക്കിട്ട് വിടുന്നെ, കള്ള് ഷോപ്പാക്കിട്ട് വിടും പള്ളിനെ നാട്ടുകാർ. അവർക്ക് നിസ്കാരതൊന്നും ഇല്ല. അയാളൊന്ന് പള്ളിന് ബീ കെട്ടിട്ട് താക്കോൽ എടുത്തോണ്ട് പോകുന്ന, അയാൾ വന്നപ്പോൾ ബാങ്ക് കൊടുത്തങ്ങ് ആളുണ്ടെന്ന് മനസ്സിലായി. ജുമാക്ക് 10-12 ആളുണ്ടാവും, പിന്നെ മുഹറം 9-10 ഫുൾ ആളുണ്ടാവും പള്ളിയിൽ, പിന്നെ 2 പെരുന്നാൾ. ആ നാട്ടിലെ സമ്പ്രദായം. ആ ഉസ്താദാണെങ്കിൽ അയാൾക്ക് 10 അറിയൂ. ഈ മൂക്കില്ലാത്ത നാട്ടിലേക്ക് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞതുപോലെ. ഞാൻ അവരെ പരിഹസിക്കുന്നതല്ല, കഥ പറഞ്ഞത്. ഒന്നുമില്ലാത്ത അവസ്ഥ, ഫാത്തിഹ പോലും അറിയില്ല. ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളുണ്ട് ഷഹാദത്ത് കലിമ പോലും പറയാനറിയാത്ത. ബഹുമാനപ്പെട്ട ശൈഖുന ഷഹീദ് CM ഉസ്താദ് നവ്വറല്ലാഹു മർഖദ മംഗലാപുരത്തെ ഖാളിയായിരുന്ന കാലത്ത് ഞാൻ കുദ്രോളി നടുപ്പള്ളിയിൽ ഖതീബായിരുന്നു. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ സമ്പർക്കം പുലർത്താറുണ്ടായിരുന്നു, പോകാറുണ്ടായിരുന്നു. മസാല കേൾക്കാനും പഠിക്കാനും ഒക്കെ ഒരു ശിഷ്യൻ എന്ന രീതിയിൽ. ബഹുമാനപ്പെട്ട CM ഉസ്താദിന്റെ അരികിൽ പോയിട്ട് ഈ കഥ പറഞ്ഞപ്പോൾ ഘട്ടപ്രദേശത്തിലുള്ള മുസ്ലിമീങ്ങളുടെ അവസ്ഥ,
ഷഹാദത്തിൽ കലിമ പോലും പറയാൻ അറിയാത്ത എൻ്റെ നാട്ടിൽ തന്നെ കുക്കിളം ചെന്ന് എൻ്റെ നാട്ടിൽ തന്നെ മദ്രസ 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഈ മദ്രസയിലേക്ക് പെയിന്റിങ്ങിന് 2 ആളുണ്ടായിരുന്നു. ഫീർ മൊയ്യീൻ, പിന്നെ ഒരാൾ എന്തോ പേര് ഷേഖ് എന്താ വരുന്നു എൻ്റെ പേര്, ഇങ്ങനെ 2 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ജുമാന്റെ ദിവസം എൻ്റെ അളാബയാണ് പ്രസിഡന്റ്. അപ്പോൾ പ്രസിഡന്റിന് ജുമാക്ക് ഒരു 12 മണിയാകുന്ന സമയത്ത് ഞാൻ അപ്പോൾ നാട്ടിലേക്ക് എന്തോ ഒരു ആവശ്യം, പിന്നെ പള്ളിയിലേക്ക് ലീവ് എടുത്തിട്ട് ഒരു 2 ആഴ്ച ലീവ് എടുത്തിരുന്നു. അങ്ങനെ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ജുമാക്ക് സമയമാകുന്ന സമയത്ത് എൻ്റെ അളാപ്പാക്കും ഓർക്കും ഗലാട്ടായിക്കൊണ്ടുണ്ട് പരസ്പരം. പള്ളിയിലേക്ക് വരും. ഞാൻ ചോദിച്ചാൽ അവർ മറ്റവരല്ല, മുസ്ലിമുകളല്ലല്ലോ, അവർ ഇങ്ങനെ പള്ളിക്ക് വരുന്നത്. നിനക്കെന്താ ഒരു പേര് ചോദിച്ചു നോക്കും. പേര് നോക്കുന്ന സമയത്ത് മുസ്ലിമുകളുടെ പേര്. അപ്പൊ പള്ളിക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യന്മാർ ഞങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങക്കെന്ത് പിന്നെ പള്ളിക്ക് പോകുന്നവരല്ല നല്ലവറാ, ഈമാൻ കൽബിലുണ്ടാകും മതി, അതിനെ കാട്ടൊന്നും വെച്ചിട്ടില്ല പള്ളിക്ക് പോയിട്ട് നിസ്കരിച്ചിട്ട് കാണിക്കേണ്ട വസ്തല്ല ഈമാൻ എന്ന് പറയുന്നത്. നോമ്പ് പിടിച്ചപ്പോൾ നിങ്ങൾക്കാണ് ഈമാൻ ശരിയില്ലാത്തത്, നിങ്ങൾക്ക് ഡൗട്ട്, നിങ്ങൾ മുഅ്മിനീങ്ങളാണോ അല്ലേ നിങ്ങൾക്ക് ഡൗട്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അരികിൽ വീണ്ടും വീണ്ടും പോയിട്ട് പടച്ചവനെ ഞാൻ മുഅ്മിനീങ്ങളാണ്, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്നിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ ഈമാൻ എല്ലാം ഉറച്ചിട്ടുണ്ട്. എന്ത് പറയാനാ അവരോട്? ഈ രീതിയിലുള്ള ദയനീയ അവസ്ഥ. ഷഹീദ് CM ഉസ്താദിനോട് ഈ കഥ പറഞ്ഞപ്പോ ഞാൻ അവരോട് ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ, അവിടെയുള്ള ആൾക്കാർക്ക് ഷഹാദത്ത് കലിമ പോലും പറയാൻ കഴിയാത്ത മുസ്ലിമീങ്ങളാണ്, പള്ളിയിലേക്ക് പോകുന്ന പതിവില്ല, ജുമുഅയില്ല, നിസ്കാരമില്ല, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഉസ്താദേ, എന്താണ് അവരുടെ അവസ്ഥ? എന്ന് മാത്രമല്ല, വീട്ടിലാണെങ്കിലോ മറ്റുള്ളവർ ആരാധിക്കുന്ന ബിംബങ്ങളും മൂർത്തികളും ഫോട്ടോകളും വീട്ടിലുണ്ട്. അതിലേക്ക് ഊതുബത്തി കത്തിച്ചിട്ട് അതേപോലെ തിരിവെച്ചിട്ട് അതിനവർ പൂജിക്കും. മുസ്ലിമീങ്ങളുടെ വീട്ടിന്റെ അവസ്ഥയാ. അവരെല്ലാം നരകത്തിലേക്കായിരിക്കില്ലേ എന്ന് പറഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ട CM ഉസ്താദ് പറഞ്ഞത്, പറയരുത്, അങ്ങനെ പറയരുത്. അവർ നിസ്കരിക്കാത്തതിന്റെ പേരിൽ, ഖുർആൻ ഓതാത്തതിന്റെ പേരിൽ, ജുമുഅക്ക് പോകാത്തതിന്റെ പേരിൽ അവർ നരകത്തിലേക്ക് എന്ന് പറയാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ ഖളാണ്, അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. അവർ നിസ്കരിക്കാത്തത്, ഖുർആൻ ഓതാത്തത്, ജുമുഅക്ക് പോകാത്തത്, ജമാഅത്തിന് പോകാത്തത്, നോമ്പനുഷ്ഠിക്കാത്തത്, ഹജ്ജ് ചെയ്യാത്തത്, അവർ അറിയാത്തതിന്റെ പേരിലാണ്, അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത്. അവർക്ക് ദീനീ ദഅവത്ത് എത്തിയിട്ടില്ല. നിസ്കാരം നിർബന്ധമാണെന്ന് അവർക്ക് അറിയില്ല, കള്ളുകുടി ഹറാമാണെന്ന് അവർക്കറിയില്ല, നോമ്പ് നിർബന്ധമാണെന്ന് അവർക്കറിയില്ല. അറിയാത്തതിന്റെ പേരിലാണ് അവർ ചെയ്യാത്തത്. നമ്മെ പോലെയല്ല. നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ കുട്ടികൾക്ക് പോലും നിസ്കാരം നിർബന്ധമാണ്, നോമ്പ് നിർബന്ധമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പറയരുത്. അതിന് പകരം അവരുടെ നാട്ടിൽ നിന്ന് വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. എന്നിട്ട് നമ്മുടെ നാടുകളിൽ കോളേജുകളിലും അതേപോലെ പള്ളി ദർസുകളിലേക്കും കയറ്റിയിട്ട് അവർക്ക് പഠിപ്പിക്കണം. നമ്മുടെ നാട്ടിന്റെ മുസ്ലിമുകളുടെ കൾച്ചർ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് ദീനീ ദഅവത്തിന് അവരുടെ നാട്ടിലേക്ക് അവരെ തന്നെ പറഞ്ഞേക്കണം. എന്നാലേ അത് സക്സസ് ആവൂ. എന്തുകൊണ്ട് അന്ന് കുറെ ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയപ്പോ അടിച്ചിട്ടും പിന്നെ ഏതെല്ലാം രീതിയിൽ കുത്തിയിട്ടും പിന്നെ പോലീസ് കംപ്ലൈന്റ് ആക്കിയിട്ടും ഉഗ്രവാദി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ അങ്ങനെ പറഞ്ഞിട്ടല്ല നാട്ടിൽ കുറെ ഉസ്താദുമാരുടെ മേലിൽ കേസല്ല എന്ന്. പല ഏകദേശം ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 3 ഉസ്താദുമാർ ഞങ്ങളും കൂടി അയച്ചിരുന്നു. ആ സമയത്തൊക്കെ എന്തെല്ലാം അത് പിന്നെ ഉഗ്രവാദികളാണ് ദീനി. അപ്പോൾ ഈ പല സ്ഥലത്തും ബോംബ് ബ്ലാസ്റ്റ് ആകുന്ന കാലം, അങ്ങനെല്ലാം പുതിയ ആൾക്കാർ ദീനി ദഅവത്തിന് വരുന്നു. ഉഗ്രവാദത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ പോലീസ് കേസല്ലായിട്ട് നാട്ടിലേക്ക് വന്നു. ആ സമയത്താണ് CM ഉസ്താദ് പറയുന്നത്, അങ്ങനെ പോയാൽ അവിടുത്തെ ഈ നാട്ടുകാർ അവിടെ പോയിട്ട് ദീനി ദഅവത്ത് നടത്താൻ പ്രയാസമുണ്ട്, അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. ഒന്നാമത്തെ അവിടുത്തെ ഭക്ഷണവും കാര്യങ്ങളും, രണ്ടാമത്തെ അവിടുത്തെ ക്ലൈമറ്റ്, അതെല്ലാം നമുക്ക് യോജിച്ച് വരില്ല, അവരുടെ പദ്ധതികളിൽ നമുക്ക് യോജിച്ച് വരില്ല. പകരം അവിടുത്തെ വിദ്യാർത്ഥികളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളോടൊപ്പം കലർത്തിയിട്ട് ഇവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവരുടെ നാട്ടിലേക്ക് അവരെ തന്നെ വിട്ടയക്കണം. അവരുടെ ദീനി ദഅവത്ത് നിർത്തണം. എന്നാലേ ശരിയാവൂ. അതിന്റെ പേരിലാണ് ദാറുൽ ഹുദ ഒക്കെ തുടങ്ങിയത്. ധാരാളം വിദ്യാർത്ഥികൾ ദാറുൽ ഹുദയിൽ ഇന്ന് അതിന്റെ സഹസ്ഥാപനങ്ങളിലും ധാരാളം വിദ്യാർത്ഥികൾ ആ പ്രദേശത്തിന് ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പെല്ലാം ചേഞ്ചസ് ആയി. പ്രത്യേകിച്ചും നമ്മുടെ SKSFന്റെ ധാരാളം വിംഗ് ഉസ്താദുമാർ വളരെ കഷ്ടപ്പെട്ട മദ്രസകളെല്ലാം ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ ദീനി ദഅവത്ത് അവിടെ നടത്തുന്നുണ്ട്. അതൊന്നും നമുക്കറിയാത്തതിന്റെ പേരിലാണ് SKSF എന്തിന്, ഇതൊരു പാർട്ടിയല്ലേ എന്ന് നാം ചോദ്യം ചെയ്യുന്നതും ചിത്രീകരിക്കുന്നതും. പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദര, നമ്മുടെ നാട്ടിലുമുണ്ട് ചെറുപ്പക്കാർ നിസ്കരിക്കാത്തവരുണ്ട്, ഇല്ല എന്നല്ല. നോമ്പനുഷ്ഠിക്കാത്തവരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഉമ്മയും ബാപ്പയും തെരി പറയുന്നവർ, ചീത്ത പറയുന്നവർ നമ്മുടെ നാട്ടിലുമുണ്ട്, ഇല്ല എന്നല്ല. എന്നാലും അവർക്ക് ദീനറിയാം, നിസ്കാരം അറിയാം, അതിന്റെ ഷർത്തുകളും ഫർളുകളും അവർക്കറിയാം.
അതേ രീതിയിൽ നിസ്കാരം നിർബന്ധമാണെന്നറിയാം, നോമ്പ് നിർബന്ധമാണെന്നവർക്കറിയാം, ഹജ്ജ് നിർബന്ധമാണെന്നവർക്കറിയാം, കള്ളുകുടി ഹറാമാണെന്നവർക്കറിയാം, മോഷ്ടിക്കുന്നത് അഥവാ കള്ളത്തണ അതും ഹറാമാണെന്ന് അവർക്കറിയാം. മറ്റുള്ള ഹറാമായ പ്രവർത്തനങ്ങൾ എന്ത് എന്ന് നന്നായി നമ്മുടെ ചെറുപ്പക്കാർക്കറിയാം. എന്താണ് ഇസ്ലാം എന്ന് നന്നായി അറിയാം. ഷഹാദത്ത് കലിമ എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിലുള്ള എല്ലാ വിദ്യാർത്ഥികളും 5-6 വർഷം പ്രായമാകുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധമാകപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ ഓതാൻ അറിയാം. ഷഹാദത്ത് കലിമ മദ്രസയിലേക്ക് കയറലോടുകൂടെ ഷഹാദത്ത് കലിമ എന്താണെന്നും ഇസ്ലാം കാര്യം 5 അത് ഏതാണെന്നും ഈമാൻ കാര്യം 6 അത് ഏതാണ് എല്ലാം നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ മക്കൾക്ക് പിഞ്ചോമന പൈതങ്ങൾക്കറിയാം, നന്നായി അറിയാം. പള്ളി ബഹുമാനിക്കാൻ അറിയാം, ഉമ്മയെയും ബാപ്പയും ആദരിക്കാൻ അറിയാം, ഉസ്താദുമാരെ ബഹുമാനിക്കാൻ അറിയാം. ഇതെല്ലാം പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്നുള്ള മഹിതമായ സംഘടനയാണ്. അത് ഇവിടെ തുടക്കം കുറിച്ചത് 1926. ഇനി 2026 100ാമത്തെ വാർഷികമാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും നല്ല പ്രതീക്ഷയോടുകൂടെ സന്തോഷത്തോടുകൂടെ ആയിരുന്നു കുറച്ചും സമയം മുമ്പ് വരെ ഉണ്ടായിരുന്നത്. 2026 ഐതിഹാസികമായിട്ടുള്ള 100ാമത്തെ വാർഷികം സുന്നി ഐക്യത്തോടുകൂടെ എല്ലാവരും കൂടിയിട്ട് നടക്കുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നുള്ള രീതിയിലായിരുന്നു. കാരണം സുന്നി ഐക്യത്തിന് വേണ്ടി പരസ്പരം യോജിച്ച് ആലിമ്യങ്ങളും പരസ്പരം സംസാരിക്കുന്ന, ചർച്ച ചെയ്തിരുന്ന, വേദി പങ്കിട്ടിരുന്ന, പരസ്പരം ബന്ധം പുലർത്തിയിരുന്ന ഈ ഇടയിൽ അങ്ങനെ പിന്നെ 100ാമത്തെ വാർഷികം ആചരിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സമസ്ത തീരുമാനാക്കിയപ്പോൾ കുറച്ച് ആൾക്കാർ ഞങ്ങളും അത് ആചരിക്കുന്ന രീതിയിൽ പ്രഖ്യാപനം നടത്തലോടുകൂടെ ആ സുന്നി ഐക്യത്തിന്റെ ആ സ്വപ്നങ്ങളൊക്കെയും പൊടിയായി പോയി എന്ന് തന്നെ പറയാം. അള്ളാഹു മുസ്ലിം ഉമ്മത്തിന്റെ സുന്നി ഐക്യം അത് പൂവണിയാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. 100ാമത്തെ വാർഷികം ആചരിക്കുന്ന സമയത്ത് എല്ലാവരും ഐക്യത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഉമ്മപ്പെറ്റ മക്കളെ പോലെ സന്തോഷത്തോടെ ആ സമ്മേളനം കാണാനുള്ള സൗഭാഗ്യം നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്കത്ര ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാം. പറയട്ടെ, 1926 വെച്ചിട്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്നുള്ള മഹിതമായ സംഘടനയെ രൂപീകരിക്കുന്നത് ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ സയ്യിദ് വറക്കൽ അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങൾ. ധാരാളം കറാമത്തുകളുണ്ട് മഹാനവരോട് പറയാൻ. അതേപോലെ കടലിൽ സമുദ്രത്തിൽ വെച്ചിട്ട് പിന്നെ മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് മീൻ കിട്ടാതെയായ സമയത്ത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ കടപ്പുറത്ത് ചെന്ന് ദുആ ചെയ്ത സംഭവം മാഷാ അല്ലാഹ് നമ്മുടെ മംഗളബൂക്കർ ഹാജി വേദിയിൽ കടന്നു പറയും. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ചന്നാവർ അബ്ബാസാക്കല്ലേ മാഷാ അല്ലാഹ്, നമ്മുടെ വലിയ പഴയ ചങ്ങായി ബഹുമാനപ്പെട്ട സമസ്തക്ക് വേണ്ടി ഷെയ്ഖുന ശംസുലമ്മയുടെ ആ പേരിലൂടെ എത്രയോ കഷ്ടപ്പാടുകൾ അനുഭവിച്ചതാണ്. മാഷാ അല്ലാഹ്, ധാരാളം നേതാക്കന്മാർക്കൊക്കെ വേദിയിലേക്ക് വരികയാണ്. അല്ലാഹു തആല എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മരിക്കുന്ന അവസാന നിമിഷം വരെ ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാൻ സമസ്തയിലൂടെ പടച്ചറബ് ആഫിയത്തും അനുഗ്രഹങ്ങളും അല്ലാഹു തആല ചൊരിച്ചു തരുമാറാവട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ കടപ്പുറത്ത് ചെന്ന് ദുആ ചെയ്തതിന് ശേഷം ഇതുവരെ ആ കടപ്പുറത്തെ പരിസര പ്രദേശങ്ങളിൽ മീൻ ഇല്ലാതെ ആകുന്ന ഒരു അവസ്ഥ വന്നിട്ടില്ല. ദീർഘം പറയുന്നില്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. നമ്മുടെ അറിവിൽ, നമ്മുടെ ബുദ്ധികാലത്ത് ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദിനെ പോലോത്തെ, ശൈഖുന ശംസുൽ ഉലമയെ പോലോത്തെ ആലിമീങ്ങൾ, ആരിഫീങ്ങൾ, ഔലിയാക്കന്മാർ, അതിനേക്കാൾ മുമ്പ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഫള് ഫരീദങ്ങൾ, ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ശാലിയാത്തിയെ പോലോത്ത ധാരാളം ആലിമീങ്ങൾ, ആരിഫീങ്ങൾ ഈ സമസ്തയ്ക്ക് വേണ്ടി കഠിനാധ്വാനം നടത്തിയവരാണ്. അവർക്കും ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ശൈഖുന കോട്ടുമല അബൂബക്കർ ഉസ്താദിനെ പോലോത്തെ ആലിമീങ്ങൾ അവർക്കും വളരെയധികം കഷ്ടപ്പെട്ടവരാണ്, അധ്വാനിച്ചവരാണ് ഈ സമസ്തയ്ക്ക് വേണ്ടി, ദീനി ദഅവത്തിന് വേണ്ടി. പ്രിയപ്പെട്ട സഹോദര, ഞാൻ പറഞ്ഞുവല്ലോ, നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ ചെറിയ ചെറിയ കുട്ടികൾ, അതേ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5 വർഷം പ്രായമുള്ള കുട്ടികൾ പോലും ഇന്ന് ഫാത്തിഹ ഓതുകയാണെങ്കിൽ, ഷഹാദത്ത് കലിമ ഉച്ചരിക്കുകയാണെങ്കിൽ, അവർ ദീനിന്റെ വിഷയങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിലെ ഓരോ ആണും പെണ്ണും ദീനിയായ രീതിയിൽ പടച്ചതമ്പുരാനെ ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പിന്നാലെ അതിന്റെ ജാലക ശക്തി ബഹുമാനപ്പെട്ട സമസ്തയാണ്, സമസ്തയുടെ ആലിമീങ്ങളാണ്.
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടങ്ങി വെച്ച ഈ മഹിതമായ ഈ സംരംഭം അഥവാ ദീൻ എന്നുള്ള ഈ സംരംഭം തുടങ്ങി വെച്ച കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം കഷ്ടങ്ങളും ദുഃഖങ്ങളും യാതനകളും അനുഭവിച്ച കഥകൾ നമുക്കൊക്കെയും അറിയാമല്ലോ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുക്കളായിരുന്ന അബൂജഹലും മുതുബത്തും ഷൈബത്തിനെ പോലത്തെ ആൾക്കാരൊക്കെ ആക്രമിച്ചിട്ട് പോലും പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധ സ്വഹാബത്തെ കിറാം ഈ ദീനി ദഅവത്തിൽ നിന്ന് പിന്മാറിയവരല്ല. ധാരാളം കഷ്ടങ്ങൾ യാതനകൾ അനുഭവിച്ചിട്ടുണ്ട്. ആ സമയത്തെല്ലാം അള്ളാഹുവിന്റെ സഹായം അവർക്കുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ സഹായം അവർക്കുണ്ടായിരുന്നു. അവരോട് തൊട്ടു കളിച്ചവരെ പടച്ച തമ്പുരാന് പഠിപ്പിക്കേണ്ട രീതിയിൽ പാഠം പഠിപ്പിച്ചിരുന്നു. നിങ്ങൾ നോക്കി, എന്തിനായി അനുസ്മരണ? അനുസ്മരണ എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതാണ്. അനുസ്മരിക്കാതെ ദീന് പഠിക്കാൻ കഴിയില്ല. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ 6236 ആയത്തുണ്ട്. നാം ഓതുന്ന മുസ്ഹഫുകളിൽ 6236 ആയത്തുകളുണ്ട്. ആ ആയത്തുകളിൽ ധാരാളം ആയത്തുകളിലൂടെ, സൂറത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അമ്പിയാക്കന്മാരെ അനുസ്മരിക്കുകയാ. എന്താ നിസ്കരിക്കുന്നത് ഇങ്ങനെ, നോമ്പനുഷ്ഠിക്കുന്നത് ഇങ്ങനെ, ഖുർആൻ ഓതുന്നത് ഇങ്ങനെ, ഹജ്ജ് ചെയ്യുന്നത് ഇങ്ങനെ എന്ന് മാത്രം പറഞ്ഞാ പോരെ. പകരം എന്തിനാ 25 അമ്പിയാക്കന്മാരെ പേരെടുത്ത് അവരുടെ ചരിത്രം പറഞ്ഞത്? പേരെടുക്കാതെ ധാരാളം അമ്പിയാക്കന്മാരുടെ ചരിത്രം പറഞ്ഞത്. ചരിത്രം അറിയാത്തവന് മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല. ചരിത്രം അറിയാത്തവന് ഇസ്ലാം എന്താണെന്ന് പഠിക്കാനും കഴിയില്ല. നിങ്ങൾ നോക്കൂ, നാം നിസ്കരിക്കുന്ന സമയത്ത് 5 വക്ത് നിസ്കാരത്തിൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ വഴിയിലൂടെ ഞങ്ങളെ നീ സഞ്ചരിപ്പിക്കണമേ തമ്പുരാനെ എന്നാണല്ലോ ദുആ ചെയ്യുന്നത്. എന്താണ് നേരായ വഴി എന്നാൽ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഖുർആനിന്റെ വഴിയാണ്, ഹദീസിന്റെ വഴിയാണ് എന്നല്ല പഠിപ്പിച്ചത്. നിങ്ങൾ ഖുർആൻ നോക്കിയിട്ട് നിസ്കരിച്ചോളൂ, ഖുർആൻ ഓതിയിട്ട് ഹദീസ് ഓതിയിട്ട് നിസ്കരിച്ചോളൂ, നോമ്പ് പിടിച്ചോളൂ എന്നല്ല ഖുർആൻ പഠിപ്പിക്കുന്നത്. ഏതാണ് നേരായ വഴി അഥവാ സ്വർഗത്തിന്റെ വഴി? അത് അല്ലാഹു പഠിപ്പിക്കുകയാണ്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, സിറാത്തുൽ ഖുർആൻ, സിറാത്തുൽ ഹദീസ് എന്നല്ല, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണെന്ന് പടച്ച തമ്പുരാനെ പഠിപ്പിക്കുകയാ. മറ്റൊരായത്തിലൂടെ ഇത് വിശദീകരിക്കുന്നു. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കന്മാർ, സാലിഹീങ്ങൾ അവരുടെ വഴിയാണ്. എന്താണ് അവരുടെ വഴി എന്ന് പഠിക്കണോ? ഖുർആൻ ഓതിയാൽ മതി, ഹദീസുകൾ ഓതിയാൽ മതി. ധാരാളം അവരുടെ വഴികൾ അത് പഠിപ്പിച്ചു തരികയാ. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരിശുദ്ധമാക്കപ്പെട്ട മുഅ്മിനീങ്ങളോട് വിളിച്ചു പറയുകയാണ്, ഓ ജനങ്ങളെ, ഉദ്കുറൂ ഫിൽ കിതാബി ഇബ്രാഹിം വദ്കുറൂ ഫിൽ കിതാബി ഇസ്മാഈൽ, നിങ്ങൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്മരിക്കൂ. ഉദ്കുറൂ എന്നാണ് ആ വാചകം തന്നെ. നിങ്ങൾ സ്മരിക്കൂ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ, അതേപോലെ മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, ഇതുപോലത്തെ അമ്പിയാക്കന്മാർ പേരെടുത്ത് പടച്ച തമ്പുരാന് പറയുകയാണ്, ഉദ്കുറൂ, നിങ്ങൾ അനുസ്മരിക്കൂ, അവരുടെ അനുസ്മരണം നടത്തൂ. അനുസ്മരിക്കൂ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതകാലത്ത് ചെയ്ത ചരിത്രങ്ങളും ത്യാഗങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ധീരതയും എല്ലാം ഉൾക്കൊള്ളുന്ന വസ്തുക്കളാണല്ലോ അനുസ്മരണം എന്ന് പറഞ്ഞാൽ. അത് എങ്ങനെയാണെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തരികയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ജീവിത പദ്ധതിയിലൂടെ അത് അനുസ്മരിക്കുകയാണ്. നിങ്ങൾ നോക്കുക, ആ വജ്ജഹത്ത് ഓതാറുണ്ടോ? ആ വജ്ജഹത്ത് ഓതിയതോ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതോ അത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഓതിയ വജ്ജഹത്താണ്. ആ വജ്ജഹത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഓതിയതാണെന്ന് ഖുർആനാണ് പഠിപ്പിച്ചു തരുന്നത്. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങൾ പെട്ടവനാണെന്ന അഭിമാനത്തോടു കൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച വജ്ജഹത്ത് ഇന്നും ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ അത് തന്നെ ആ രീതിയിൽ തന്നെ പകർത്തി ഇങ്ങനെ പറഞ്ഞു വരികയാ. നിങ്ങൾ നോക്ക്,
പോകുന്ന ഹജ്ജിന് പോകുന്ന സമയത്ത് മുഴുവനും അനുസ്മരണമാണ് അവിടെയുള്ളത്. ബഹുമാനപ്പെട്ട ഹാജറ ബീവി റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കാറ്, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അനുസ്മരിക്കാറ്, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അനുസ്മരിക്കാറ്. മക്കയിൽ നിന്ന് തിരിച്ചു പോരാൻ ഹജ്ജിനും ഉംറക്കും പോയവർക്ക് കഴിയില്ല. അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ നോക്ക്, ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങളിൽ പെട്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തവാഫ് ചെയ്തതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തവാഫ് ചെയ്തതിന് ശേഷം അവിടെ നിസ്കരിക്കുന്ന പതിവുണ്ട്. ഹജ്ജിക്ക് പോയവരും ഉംറക്ക് പോയവരും തവാഫിന് ശേഷം 2 റക്അത്ത് തവാഫിന്റെ സുന്നത്ത് നിസ്കാരം നിർവഹിക്കും. അത് നിസ്കരിക്കുന്നതോ മഖാം ഇബ്രാഹിമിന്റെ പിന്നാലെയാണ്. ഇന്നും അതിന്റെ പേര് മഖാം ഇബ്രാഹിം. എന്താണ് അവിടെയുള്ളത്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാദസ്പർശനം കൊണ്ട് ധന്യമായ പവിത്രമായ കല്ലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചവിട്ടി നിന്ന കല്ലാണ്. അതിന്റെ പിന്നാലെയാണ് റബ്ബിന് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ ആജ്ഞാപിക്കുന്നത്. സകലമായ ഹജ്ജാജുകളും അമീരങ്ങളും അവിടെ പോയി 2 റക്അത്ത് നിസ്കരിക്കാതെ വരുന്ന പതിവില്ല. ഇന്നും അത് പൊളിച്ചു മാറ്റപ്പെട്ട രീതിയിലില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതേപോലെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്മരിച്ച സ്ഥലങ്ങളാണല്ലോ, അറുക്കാൻ വേണ്ടി കൊണ്ടുപോയ സ്ഥലമാണല്ലോ മിന എന്നുള്ളത്. ആ സ്ഥലത്ത് മിനയിൽ പോയി ഹജ്ജാജികൾ അവിടെ അറുക്കാതെ ഫിദിയ നൽകാതെ വരുന്ന പതിവില്ല. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കടത്തി വെച്ചിട്ട് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ സ്ഥലമാണല്ലോ സഅയ് ചെയ്യുന്ന സ്ഥലം. അവിടെയും ഇവിടെയും ഓടാതെ ഒരാൾക്കും ഹജ്ജും ഉംറയും നിർവഹിക്കാൻ കഴിയില്ല. ഇതെല്ലാം അനുസ്മരണങ്ങളാണ്, സ്മരണകളാണ്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് ചെന്നാലോ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അനുസ്മരിക്കാതെ കഴിയില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ മദീന മുനവ്വറയിലേക്ക് കടന്നാലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുസ്മരിക്കാതെ കഴിയില്ല. എന്തിനേറെ നിസ്കരിക്കുന്ന സമയത്ത് പോലും പുണ്യ ഹബീബിനെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും സ്മരിച്ചിട്ടേ അല്ല നമ്മുടെ നിസ്കാരങ്ങൾ പോലും പൂർത്തിയാകും. മയ്യത്ത് നിസ്കാരം പോലും ഫാത്തിഹ ഓതിയതിന് ശേഷം പുണ്യ നബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാതെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് ചെല്ലാതെ അതേപോലെ മയ്യത്ത് പോലും നിസ്കരിക്കാതിരിക്കാറില്ലല്ലോ. ഇതെല്ലാം അനുസ്മരണങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമാണ് പഠിപ്പിക്കുന്നത് അനുസ്മരിക്കാൻ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പഠിപ്പിക്കുന്നത് അനുസ്മരിക്കാൻ. എന്തിനേറെ ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തായതിന് ശേഷം എല്ലാ വർഷങ്ങളും ആണ്ട് നേർച്ചയാക്കും ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ആടറുത്തിട്ട് വനിതകൾക്കും കുടുംബക്കാർക്കും ഭാര്യമാർക്കും വിതരണം നടത്തും. എന്നിട്ട് ഭാര്യമാരോട് വിളിച്ചു പറയും, എൻ്റെ ഖദീജ അങ്ങനെയായിരുന്നോ, എൻ്റെ ഖദീജ ഇങ്ങനെയായിരുന്നോ എന്ന്. അനുസ്മരിക്കാതെ ഉണ്ടായിരുന്നില്ല പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ നമ്മേക്കാൾ മുമ്പ് കഴിഞ്ഞു പോയവരെ അനുസ്മരിക്കാതെ കഴിയില്ല. എന്തിനേറെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിന്റെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ നിന്റെ ദുആയിൽ അതേപോലെ നിന്റെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് ഉത്തരം തരണമെങ്കിൽ നിന്റെ ദുആയിൽ നിന്റെ ഉമ്മയെയും ബാപ്പയെയും കൂട്ടാതെ കഴിയില്ല. ദുആ ചെയ്യുന്ന സമയത്ത് തന്റെ ഉമ്മക്കും ബാപ്പക്കും ദുആ ചെയ്തില്ല എങ്കിൽ ആ ദുആ ആകാശത്തിന്റെയും ഭൂമിന്റെയും ഇടയിൽ പാറിക്കളിക്കും. അല്ലാഹു അത് ആകാശത്തിലേക്ക് ഉയർത്തില്ല. ഉമ്മയെയും ബാപ്പയെയും ഒന്ന് അനുസ്മരിച്ചാൽ മാത്രമേ റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ സ്വീകരിക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്യും. അത് ഉമ്മ ഹയാത്തുണ്ടെങ്കിലും ഉമ്മ മരിച്ചിട്ട് എത്ര വർഷം കഴിഞ്ഞാൽ പോലും ഉമ്മയെയും ബാപ്പയെയും ദുആ ചെയ്തില്ലെങ്കിൽ, ദുആയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ദുആ സഹീഹ് പോലുമല്ല. എന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടുന്ന പരിപൂർണമായ ദുആ അത് ആവുകയില്ല. പറയട്ടെ എൻ്റെ പ്രിയ ചെറുപ്പക്കാരാ, നിന്റെ മാടാവ് എന്നുള്ള ഈ സുന്ദരമായ പഴയ കാലത്തെ തനിമ നിലനിർത്തിയിരിക്കുന്ന ഈ പള്ളിയിലും നീ നാട്ടിലും നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദ് രണ്ടാമത്തെ ദുആ എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹ വിളിച്ചിട്ടൊന്ന് ദുആ ചെയ്യാറുണ്ട്. ആ ദുആ എന്തിനാണെന്നറിയണോ? പ്രത്യേകിച്ചും നിന്റെ ഉമ്മയും ബാപ്പയും സ്മരിച്ചിട്ട് അവർക്കൊരു ഫാത്തിഹ ഊതിയിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ദുആ ആണ്. അതിന് ആമീൻ പറയാൻ നമ്മുടെ ചെറുപ്പക്കാർ നിൽക്കാറുണ്ടോ? അത് വിഷയം വേറെയാണ്.
എന്നാലും 5 വക്ത് നിസ്കാരം നിസ്കരിക്കുന്ന സമയത്തും അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ എന്ന് ദുആ ചെയ്യാതിരിക്കുന്ന പതിവില്ലല്ലോ. ചുരുക്കി പറഞ്ഞാൽ മരിച്ചവരെ സ്മരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് മാത്രമല്ല അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ടും ആ ദുആയിൽ ഉൾപ്പെടുത്താറുണ്ട്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. റബ്ബന ഗ്ഫിർ ലനാ പടച്ചവനെ ഞങ്ങൾക്ക് നീ പൊറുക്കണം തമ്പുരാനെ. വലിഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ നമ്മിൽ നിന്ന് മുൻകഴിഞ്ഞു പോയ സകലമാന ഈമാനോട് കൂടെ മരിച്ചു പോയവർക്കും നീ പൊറുക്കണം തമ്പുരാനെ എന്നങ്ങനെ മരിച്ചു പോയവരെ സ്മരിച്ചവർക്ക് ദുആ ചെയ്യാതെ ആ ദുആ സമ്പൂർണ്ണമാവുകയില്ല എന്നാണ് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ അനുസ്മരിക്കുന്നത് നമ്മുടെ ഈമാൻ നന്നാക്കാനാണ്, നമ്മുടെ സംസ്കൃതി നമ്മുടെ സ്വഭാവ ശൈലി നന്നാക്കാനാണ്. അവർ എങ്ങനെയായിരുന്നു അങ്ങനെ ജീവിക്കാൻ വേണ്ടിട്ട്, അവർ എങ്ങനെയായിരുന്നു അത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിട്ട്. അതാണ് ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെയും പഠിപ്പിച്ചത്. ബഹുമാനപ്പെട്ട ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദിന്റെ ചരിത്രങ്ങളൊക്കെയും അറിയാമല്ലോ. ബഹുമാനപ്പെട്ട ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ്, അതേപോലെ ബഹുമാനപ്പെട്ട കോട്ടുമല അബൂബക്കർ ഉസ്താദ്, ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പു ഉസ്താദിന്റെ വാപ്പയായിരുന്ന അബൂബക്കർ ഉസ്താദ്, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദാ. ഇന്നതാ കോട്ടുമല പള്ളിയുടെ പരിസരത്ത് കിടന്ന് 3 മഹൽ വ്യക്തിത്വങ്ങൾ ഉറങ്ങിക്കിടക്കുകയാണ്. ഒന്ന് ബഹുമാനപ്പെട്ട കോട്ടുമല അബൂബക്കർ ഉസ്താദ്, പിന്നൊന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ കാളമ്പാട് ഉസ്താദ്, പിന്നൊന്ന് കോട്ടുമല ബാപ്പു ഉസ്താദ്, അബൂബക്കർ ഉസ്താദിന്റെ മകൻ ബാപ്പു ഉസ്താദ്. സമസ്തയുടെ താങ്ങായിരുന്നു, തണലായിരുന്നു, നേതാക്കന്മാരായിരുന്നു, നമ്മുടെ ഗുരുവര്യന്മാരായിരുന്നു, സമസ്തയെ നയിച്ചവരായിരുന്നു. 3 ഔലിയാക്കന്മാർ പരസ്പരം തോളോട് തോള് ചേർത്ത് കിടക്കുന്ന 3 ഖബർ കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ മരിച്ചതിന് ശേഷം ജനങ്ങൾ അവരെ സ്മരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈൽ ഉസ്താദ്, ആ ഖബർ ഷരീഫിന്റെ അരികിൽ മറ്റൊരു ഖബറും കൂടിയുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദിന്റെ, മിത്തബൈൽ അബ്ദുള്ള ഉസ്താദിന്റെ, ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈൽ ഉസ്താദുമായിട്ട് ആത്മീയ ബന്ധം പുലർത്തിയിരുന്ന വലിയൊരു പണ്ഡിതനായിരുന്ന, കുറെ കൊല്ലക്കാലം മിത്തബൈൽ ഖതീബായിരുന്ന മഹാനാണ്. ആ മഹാന് കിടന്നുറങ്ങുന്നു അടുത്ത് തന്നെ. അതിന്റെ തൊട്ടടുത്തോ അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ഹാജി, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആള്. നമുക്കൊക്കെയും അവരുടെ ചരിത്രങ്ങൾ ധാരാളം അറിയാമല്ലോ. 3 മഹാന്മാർ പരസ്പരം ഒന്നിച്ച് ചേർന്ന് കിടക്കുകയാണ്. 3 മഹാന്മാരും കൂട്ടുകാരായിരുന്നു, പരസ്പരം സ്നേഹിതന്മാരായിരുന്നു, അള്ളാഹു പൊരുത്തപ്പെട്ട ഔലിയാക്കന്മാരായിരുന്നു. അത് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് തന്നെയാണല്ലോ ദഫൻ ചെയ്യപ്പെട്ടത്. അതിനുശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്ന സമയത്ത് നമുക്കൊക്കെയും അറിയാം, പള്ളിയിൽ വെച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അബ്ദുറഹ്മാനുൽ അബുലൂലത്ത് എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യൻ വിഷലിപ്തമായ കടാരി കൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റത്തേക്ക് കുത്തിയ കഥ അറിയാമല്ലോ. 13ഓളം സ്വഹാബത്ത് പള്ളിയിൽ തന്നെ പിടഞ്ഞു വീണ് ഷഹീദാവുകയായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ബോധരഹിതനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബോധം തെളിഞ്ഞു വന്നപ്പോ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റിൽ നിന്ന് ചോരങ്ങനെ ഒഴുകുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പല വൈദ്യന്മാരും ചികിത്സിച്ചു നോക്കി. എല്ലാവരും മരിക്കുമെന്നുള്ള ഉറപ്പ് കൊടുക്കുകയാണ്, ഇത് ജീവിക്കാൻ ഇനി കഴിയില്ല. അന്ന് വൈദ്യന്മാർ അപ്പൊ തന്നെ ചൂടോടുകൂടെ കറന്ന ഒട്ടകത്തിന്റെ പാളങ്ങനെ കുടിപ്പിച്ചപ്പോൾ, അതേപോലെ രക്തമോ പരസ്പരം കലർന്നിട്ട് അതേ രീതിയിൽ വയറ്റിൽ നിന്നുണ്ടായിരുന്ന മുറിവിലൂടെ പുറത്തു പോവുകയാണ്. അപ്പോൾ ചികിത്സിച്ച ഡോക്ടർ പറയുകയാണ്, പറയാൻ കഴിയില്ല, ഇത് മുമ്പോട്ട് പോകില്ല. വീണ്ടും അതേപോലെ ദ്രാക്ഷയുടെ ഗ്രാഫിന്റെ ജ്യൂസ് അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുടിപ്പിക്കുന്ന സമയത്ത് അതും അതേ രീതിയിൽ ചോരയോടുകൂടെ പുറത്തു പോവുകയാണ്. 100% ഉറപ്പിക്കുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇനി മുമ്പോട്ട് പോകില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുഞ്ചിരി തൂകുന്ന മുഖവുമായി മകനെ വിളിക്കുന്നു, അബ്ദുല്ലാ
പെട്ടെന്നൊന്ന് ആയിഷ ഉമ്മയുടെ അരികിലേക്ക് പോകണം മോനെ. എന്നിട്ട് ഉമറിന്റെ സലാം പറയണം. ഖലീഫയുടെ സലാമല്ല, ഉമറിന്റെ സലാം പറയണം. ഉമർ അങ്ങക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഉമ്മയോട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പോയിട്ട് പറയണം. എന്നിട്ട് പറയണം, ഉമ്മാ, ഉമറിന്റെ ഒരു ആഗ്രഹമാണ്, പുണ്യ ഹബീബിനോടൊപ്പം കടക്കാൻ ഒരു ആഗ്രഹമുണ്ട്. ഒന്ന് സ്ഥലം സൗകര്യം ചെയ്തു തരുമോ? അഥവാ മരിച്ചതിന് ശേഷം ഖബർ ദഫൻ ചെയ്യാൻ വേണ്ട ഖബറിന്റെ ഒരു സ്ഥലം. ആയിഷ ഉമ്മ പറയുകയാണ് അബ്ദുള്ളയോട്, മോനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണത് ചോദിക്കുന്നത് എങ്കിൽ ആ സ്ഥലം തരാം. അത് എനിക്ക് വേണ്ടി ഞാൻ വെച്ചതായിരുന്നു. എന്റെ ഭർത്താവാണ് അവിടെ കിടക്കുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് ആയിഷ ഉമ്മയുടെ മടിത്തട്ടിൽ തലയും വെച്ചിട്ടാണല്ലോ. അങ്ങനെ പുണ്യ ഹബീബ് എവിടെയാണോ വഫാത്തായത്, സ്വാഭാവികമായിട്ടും അമ്പിയാക്കന്മാർ അങ്ങനെയാണ്. എവിടെയാണോ വഫാത്താകുന്നത് അവരുടെ ആ ശറഫാകപ്പെട്ട ശരീരത്തെ അഥവാ മയ്യത്തിനെ പള്ളിങ്കാട്ടിയിലേക്കോ ഖബർസ്ഥാനത്തിലേക്കോ മറ്റുള്ള സൗകര്യമുള്ള സ്ഥലങ്ങളിലേക്കോ നീക്കാൻ പാടില്ല. എവിടെയാണോ അവർ വഫാത്താകുന്നത് അവിടെ തന്നെ ഖബർ കുഴിച്ചവർ ദഫൻ ചെയ്യണം എന്നാണ് നിയമം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നത് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ വെച്ചിട്ടാണ്, ആയിഷ ഉമ്മയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. അവിടെ തന്നെയാണ് ദഫൻ ചെയ്യപ്പെട്ടതും. അതിനുശേഷം വഫാത്തായത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ബാപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ഉമ്മയുടെ ബാപ്പയാണല്ലോ. ഒന്നിച്ചിട്ടാണ് ദഫൻ ചെയ്തത്. മൂന്നാമത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആയിഷ ബിബി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത ബന്ധുവൊന്നുമല്ല, കാണൽ ഹലാലായ ഒരു വ്യക്തിയും കൂടിയല്ല. അതുകൊണ്ടിട്ട് ഏതായാലും മൂന്നാമത് എനിക്ക് കടക്കാൻ ഒരു സ്ഥലം വേണമെന്ന് ആ വീട്ടിൽ തന്നെ താമസിക്കുകയും പുണ്യ ഹബീബിനോടൊപ്പം അതേപോലെ എന്റെ പ്രിയപ്പെട്ട ബാപ്പയോടൊപ്പം എനിക്ക് കടന്നിറങ്ങണമെന്ന ഉദ്ദേശത്തോടുകൂടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ കടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഖബർസ്ഥാനത്തിന് വേണ്ടി ഒരു സ്ഥലം മാത്രം, ചെറിയൊരു സ്ഥലം അതങ്ങനെ ബാക്കി വെച്ചിരുന്നു. എന്നിട്ട് പറയുന്നു, മോനെ അബ്ദുല്ലാ, എന്നേക്കാൾ ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് പുണ്യ ഹബീബിനോടൊപ്പം ചേരാൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം കടക്കാൻ അത് ഉമർ തങ്ങൾക്കാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ച ഒരു സ്ഥലം എനിക്ക് വേണ്ടി ഞാൻ എടുത്തു വെക്കില്ല, അത് നിന്റെ വാപ്പക്ക് ഞാൻ വിട്ടുകൊടുത്തു കഴിഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ ആ വീട്ടിൽ നിന്നും അവർ താമസം മാറ്റുകയാണ്. അങ്ങനെ മകൻ വന്ന് പറയുകയാണ്, ബാപ്പാ, ആയിഷ ഉമ്മ സമ്മതിച്ചിരിക്കുന്നു ബാപ്പാ. അബൂബക്കർ സിദ്ദീഖ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെ ചെന്നാലും, എന്ത് കഥ പറഞ്ഞാലും, ഏത് സന്ദർഭത്തിലേക്ക് എത്തിയാലും, എന്ത് യുദ്ധത്തിന് പോവുകയാണെങ്കിലും, ഏത് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിലും അബൂബക്കറും ഉമറും രണ്ടാളില്ലാത്തൊരു ജീവിതമില്ല. എന്ത് കഥ പറയുന്ന സമയത്തും അബൂബക്കറും ഉമറിനെയും പറയാത്തൊരു കഥകളില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നുറങ്ങുന്നത് പോലെ ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ രീതിയിൽ അവർ സ്നേഹിച്ചതിന്റെ പേരിൽ എന്തിനേറെ നമുക്കൊക്കെയും അറിയാമല്ല. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ വഫാത്താകുന്ന സമയത്ത് തന്റെ ശിഷ്യനും സമസ്തയുടെ പ്രസിഡന്റുമായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ എംപിച്ച് കോയ തങ്ങള്, ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങള്, അന്ന് അസ്ഹരി തങ്ങളാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായതിന് ശേഷം പ്രസിഡന്റ് ആയത്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയുടെ നിർദ്ദേശപ്രകാരവുമായിരുന്നു പ്രസിഡന്റ് ആക്കിയത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങളെ വിളിക്കുകയാണ്. തങ്ങളെ ഒന്നെ കാണാൻ വേണ്ടി വരണമെന്ന് ശിഷ്യന്മാരോട് പറയുകയാ. അങ്ങനെ അസ്ഹരി തങ്ങൾ ഫാത്തിമ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് ശൈഖുനാ ശംസുൽ ഉലമ അസ്ഹരി തങ്ങളോട് പറയുകയാണ്, തങ്ങളെ, എനിക്കൊരു ആഗ്രഹമുണ്ട് തങ്ങളെ, നിങ്ങളൊന്നോ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ കിടന്നിറങ്ങുന്ന ഔലിയാക്കന്മാരുടെ സന്നിധിയുണ്ടല്ലോ, അവിടെയുള്ള 139ഓളം ഔലിയാക്കന്മാരുടെ മഖബറയുണ്ട്. എല്ലാവരും തങ്ങന്മാരാണ്. അത് പൊതുവായിട്ടുള്ളൊരു ജുമുഅത്ത് പള്ളിയായിരുന്നില്ല. അഹ്ലു ബൈത്തിന്റെ തങ്ങന്മാരുടെ കുടുംബ പള്ളിയായിരുന്നു. അവർ നിസ്കരിക്കുന്ന തറാവി നിസ്കരിച്ചിരുന്ന, അവർ മറ്റുള്ള
മറ്റുള്ള നിസ്കാരങ്ങളൊക്കെ അവർ കുടുംബക്കാർ നിസ്കരിക്കുന്ന ചുറ്റുഭാഗങ്ങളിലുള്ളത് മുഴുവനും തങ്ങന്മാർ അവർക്ക് വേണ്ടി മാത്രം ഉണ്ടായിരുന്നത്. അങ്ങനെ പാരമ്പര്യത്തിലൂടെ പഴയ കാലങ്ങളിൽ കെട്ടിയ പള്ളി 39 തങ്ങന്മാർ മാത്രം കടന്നുറങ്ങുന്ന സ്ഥലം. ആ സ്ഥലമൊന്ന് സമസ്തക്ക് വിട്ടു തരുമോ, ആ പള്ളിയൊന്ന് സമസ്തക്ക് വിട്ടു തരുമോ എന്ന് ആ പള്ളിയെ പരിപാലിക്കുന്ന അഹ്ലു ബൈത്തിലെ തങ്ങന്മാരായ കുടുംബക്കാരോട് ചോദിക്കാൻ വേണ്ടി അസ്ഹരി തങ്ങളെ തന്നെ പറഞ്ഞേക്കുകയാണ്. ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങള് ആ തങ്ങന്മാരുടെ കുടുംബത്തിലേക്ക് വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ചുറ്റുഭാഗങ്ങളിലുള്ള സ്ഥലങ്ങൾ സമസ്തക്ക് വിലക്ക് വാങ്ങാം, പള്ളി ഒന്ന് സമസ്തക്ക് ഒന്ന് വിട്ടു തരുമോ? പള്ളിക്ക് വില കെട്ടാൻ കഴിയില്ലല്ലോ, പള്ളിയുടെ അധികാരങ്ങളും അതിന്റെ പരിപാലനങ്ങളും സമസ്തക്ക് വേണ്ടി വിട്ടു തരുമോ എന്ന് പറഞ്ഞപ്പോ ശൈഖുനാ ശംസുൽ ഉലമ എന്നെ പറഞ്ഞയച്ചതെന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടുകാരോട് പലരും കോടിക്കണക്കിന് വില പേശിയിരുന്നു. അതിന് ഇത്ര കോടി തരാം, ഞങ്ങൾക്കൊന്ന് വിട്ടുതരോ? ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തിന്റെ നേതാവായ ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾ സമസ്തയുടെ സ്ഥാപകൻ കിടന്നുറങ്ങുന്ന സ്ഥലമാണല്ലോ. കോടിക്കണക്കിന് വില പറഞ്ഞപ്പോൾ പോലും അവർ ആരും വിട്ടുകൊടുത്തിട്ടില്ല. ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞപ്പോ അസ്ഹരി തങ്ങൾ പോയി നേരിട്ട് ചോദിച്ചപ്പോ സമസ്തക്ക് തരാത്ത സ്ഥലം എന്തിനാ എന്നും പറഞ്ഞൊരു സ്ഥലം സമസ്തയിലേക്ക് കൊടുക്കുന്നു. പള്ളിയുടെ പരിപാലനത്തിന്റെ അധികാരം സമസ്തയിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. സമസ്തക്ക് വിട്ടുകൊടുത്താലോ ഖിയാമത്ത് നാൾ വരെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്ന, അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുന്ന, അഹ്ലു ബൈത്തിനെ അനുസരിക്കുന്ന സുന്ദരമായ ഒരു സംവിധാനമാണ് സമസ്തയുടേത്. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ അഹ്ലു ബൈത്തിന്റെ സാമീപ്യമുള്ള, അഹ്ലു ബൈത്തിന്റെ ബന്ധമുള്ള പള്ളിയായി തന്നെ നിലനിൽക്കുമെന്ന് പറഞ്ഞിട്ട് അഹ്ലു ബൈത്തിന്റെ കണ്ണികൾ അത് സമസ്തയിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയോട് അസ്ഹരി തങ്ങൾ വന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് എന്നിട്ട് പറയണം, തങ്ങളെ അടുത്ത മുസാവറയിൽ ഞാനെങ്കാലും മരിക്കുന്നതിന് മുമ്പ്, വഫാത്ത് ആകുന്നതിന് മുമ്പ് അടുത്ത മുസാവറ നടക്കുകയാണെങ്കിൽ പക്ഷേ മുഷാവറ നടക്കാനുള്ള സാധ്യതയും കുറവാണ്. എന്തുകൊണ്ട് ജനറൽ സെക്രട്ടറി ആണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദ. ജനറൽ സെക്രട്ടറി അതേപോലെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് അഡ്മിറ്റ് ആയിരിക്കുന്ന രീതിയിൽ ജനറൽ സെക്രട്ടറി ഇല്ലാതെ ഒരു മീറ്റിംഗ് നടക്കുമോ? അതും ശൈഖുനാ ഇല്ലാതെ ഒരു മീറ്റിംഗ് നടത്താൻ മറ്റുള്ളവർക്ക് അതിനും ഒരു ആഗ്രഹവുമില്ല, അതിനവർ കഴിയുമില്ല. ഏതായാലും ശൈഖുനാ ഉഷാറായി വന്നതിന് ശേഷം നടത്താമെന്ന് തീർമാനം വെച്ചിരുന്നതാണ്. അസ്ഹരി തങ്ങളോട് പറയുകയാണ്, തങ്ങളെ ഞാനെങ്കാലും വഫാത്താകുന്നതിന് മുമ്പെങ്കാലും ഒന്ന് മുഷാവറ നടക്കുകയാണെങ്കിൽ ഒരു കാര്യം കൂടി പറയണേ. അഹ്ലു ബൈത്ത് പരിപാലിച്ചിരുന്ന പള്ളിയും പരിസരവും സമസ്തയ്ക്ക് അവർ വിട്ടു തന്നിട്ടുണ്ടല്ലോ, അതും ഒന്ന് ഏറ്റെടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങളോട് പറയുകയാണ്, തങ്ങളെ മീറ്റിംഗിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കണം. ഞാനെങ്കാലും വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കാളിന്റെ താഴ്ഭാഗത്ത് കിടക്കാൻ എനിക്കൊരു സൗകര്യം ബഹുമാനപ്പെട്ട സമസ്ത തരുമോ എന്ന് ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങൾ കരയുകയാണ്. എന്നിട്ട് ബന്ധപ്പെട്ട ആലിമീങ്ങളെ അറിയിക്കുകയാണ്, ഏതായാലും ഇങ്ങനെയുള്ളൊരു ആഗ്രഹം ശൈഖുനാക്കുണ്ടായിരിക്കെ നാം മുഷാവറ കൂടാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും മുഷാവറ കൂടുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ അല്ലാത്ത സകലമാന ആലിമീങ്ങളും ആ മുഷാവറയിലേക്ക് എത്തുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് തീരുമാനിക്കുന്നു, 40ഓളം വർഷക്കാലം ജനറൽ സെക്രട്ടറി ആയിട്ട് ഈ സമസ്തയെ പരിപാലിച്ച, സമസ്തയെ നല്ല രീതിയിൽ കൊണ്ടു നടന്ന ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാക്ക് കൊടുക്കാത്ത സ്ഥലം എന്തിനാ? ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാക്ക് ഖബറുണ്ടാക്കാൻ വേണ്ടിയിട്ട്, ശൈഖുനാ ശംസുൽ ഉലമയെ ദഫൻ ചെയ്യാൻ വേണ്ടിയിട്ട് പൂർണ്ണമായും സമസ്തയുടെ മുഷാവറയിൽ തീരുമാനിക്കുന്നു. അങ്ങനെ 39 തങ്ങന്മാരാണ് അവിടെ കിടന്നുറങ്ങുന്നത് എങ്കിൽ 40ാമത്തെ ആലിമാണ്, വലിയാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ആ മഖബറയിൽ കിടന്നുറങ്ങുന്നത്. അതിനുശേഷം പിന്നൊരു ഖബർ അവിടെ ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ശേഷം, അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായി എങ്കിൽ മൂന്നാമത്തെ ആള്, അങ്ങനെയെങ്കിൽ 4ാമതൊരു ഖബർ അവിടെ ഉണ്ടായിട്ടില്ല. അതേപോലെ ബഹുമാനപ്പെട്ട അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആജി വഫാത്തായതിനു ശേഷം ബഹുമാനപ്പെട്ട മിത്തബയിൽ ഉസ്താദിന്റെ വഫാത്തിന് മുമ്പ് അബ്ദുല്ല ഹാജ് എന്നുള്ള മഹാന് വഫാത്തായി.
അഥവാ അബ്യാർ കണ്ണൂർ മുഹമ്മദ് ഹാജിക്ക് ശേഷം അബ്ദുള്ള ഹാജി വഫാത്ത് ആവുകയാ. രണ്ടാളുടെ ഖബറുള്ളത് വലിയൊരു മഹാന്റെ ഒരു വലിയന്റെ ഖബറുണ്ട്. ദർഗാ ഷരീഫ് ഉണ്ടല്ലോ മിത്തബയിൽ, അതിന്റെ തൊട്ടടുത്താണ് ഒരു രണ്ടാളുടെ മഖാമുള്ളത്. അതിനുശേഷം മൂന്നാമതുള്ളതോ ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബയിൽ ഉസ്താദിന്റെ ഖബറാണ്. അതിനുശേഷം മിത്തബയിൽ ഉസ്താദിനെ ദഫനാക്കിയതിന് ശേഷം ഇന്റർലോക്ക് എല്ലാം ഇട്ടിട്ട് അത് വൃത്തിയായി സൂക്ഷിച്ചതിന് ശേഷം മിത്തബയിലെ ജമാഅത്ത് കമ്മിറ്റി തീരുമാനിക്കുകയാണ് ഇനിയൊരു ഖബർ ഇവിടെ ദഫൻ ചെയ്യാനില്ല. പ്രിയപ്പെട്ട സഹോദരാ, അതിനോട് അടുക്കുന്ന ആലിമ്യങ്ങൾ ഉണ്ടാവുമോ എന്ന് സംശയമാണ്. അത്രയും വലിയ പണ്ഡിതന്മാരായിരുന്ന ആയിരുന്നവർക്കെയും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ നീ ആരെയാണോ സ്നേഹിക്കുന്നത്, ആരെയാണോ പിൻപറ്റുന്നത്, ആരോടൊപ്പമാണോ നീയുള്ളത്, അങ്ങനെ തന്നെയാണ് നാളെയും മരണാനന്തരവും ഉള്ളത്, ആഖിറത്തിലുള്ളതെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, സ്നേഹം എന്നങ്ങ് അങ്ങനെയാണ്. ആര് സ്നേഹിക്കുന്നവരോടൊപ്പം, ആരെ നാം സ്നേഹിക്കുന്നവരോടൊപ്പം. അതുകൊണ്ടാണ് നാം സമസ്തയെ സ്നേഹിക്കുന്നത്, ബഹുമാനിക്കുന്നത്. നമ്മുടെ ആലിമ്യങ്ങൾ അഥവാ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ അടക്കമുള്ള അതിന് മുമ്പുള്ള ആലിമ്യങ്ങളും അതിന് ശേഷമുള്ള ആലിമ്യങ്ങളോടും ഒരു ന്യൂനത പോലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ന്യൂനത പോലും ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമ്യങ്ങളിൽ കാണാൻ കഴിയില്ല. അതുകൊണ്ടിട്ടാണ് അവർ നാം സ്നേഹിക്കുന്നത്. നാം ആരെയാണ്, എന്തിനെയാണ്, എങ്ങനെയാണ്, ഏതാണ് സ്നേഹിക്കുന്നത്. അതിനോടൊപ്പം നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അള്ളാഹുവിന്റെ ഹബീബ് ഒരു സ്വഹാബിയെ ഖുബാ പള്ളിയിലേക്ക് ഇമാമായി നിർത്തുകയാണ്. മദീനത്തുള്ള ഖുബാ പള്ളിയിലേക്ക് ഇമാമായിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിയെ നിർത്തുകയാണ്. കുറച്ചും സമയം കഴിഞ്ഞപ്പോൾ ഒരു പറ്റം സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വരികയാണ്. യാ റസൂലല്ലാഹ്, നിങ്ങൾ ഞങ്ങളുടെ ഖുബാ പള്ളിയിലേക്ക് ഇമാമായി അയച്ച വരാറുണ്ടല്ലോ, സ്വഹാബി ഉണ്ടല്ലോ, അദ്ദേഹം ആണെങ്കിലോ തങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യുന്നുണ്ട് നബിയേ. അതൊരു ഫിത്നയെ പോലെയാണ് നമുക്ക് തോന്നുന്നത്, ശരിയല്ല എന്ന രീതിയിൽ. എന്താണെന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതിപ്പെട്ട സ്വഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, എല്ലാ നിസ്കാരത്തിലും ഫാത്തിഹ ഓതിയതിന് ശേഷം മറ്റുള്ള സൂറത്തുകൾ ഓതുന്നതിന് ഇടയിലായിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്നുള്ള സൂറത്തുൽ ഇഖ്ലാസ് ആ സ്വഹാബി ഓതുന്ന പതിവുണ്ട് നബിയെ. അങ്ങ് ഓതുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല നബിയെ. അങ്ങനെ ഓതൽ പ്രത്യേക സുന്നത്തുണ്ടെന്ന് പോലും ഞങ്ങൾക്കറിയില്ല നബിയെ. അങ്ങനെ അങ്ങ് ചെയ്യാത്ത പ്രവർത്തനം അദ്ദേഹം ചെയ്യുന്നുണ്ട് നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മറ്റുള്ള സ്വഹാബത്ത് വന്നിട്ട് പരാതിപ്പെടുകയാ. ഫാത്തിഹയ്ക്ക് ശേഷം പിന്നെ സാധാരണ നമ്മുടെ സൂറത്തിൽ ഓതുന്നത്, ഈ സ്വഹാബി അങ്ങനെ 5 വക്ത് നിസ്കാരത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം വേറെ നല്ല സൂറത്ത് ഏത് ഓതുന്നെങ്കിലും ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന് ഓതി ചൊല്ലിട്ട് തന്നെ മറ്റുള്ള സൂറത്തുകൾ ഓതും. മഗ്രിബ് ഇശാ സുബഹിക്ക് അത് ജോറ് ഓതുന്ന സമയത്ത് ജോറിനെ ജഹറായിട്ട് തന്നെ ഓതും. അങ്ങനെ സ്വഹാബി വന്ന് പരാതിപ്പെട്ടു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയെ വിളിപ്പിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, മോനെ, അവർ പറയുന്നത് ശരിയാണോ? ആ സ്വഹാബി പറയുന്നു, യാ റസൂലല്ലാഹ്, ബലാ യാ റസൂലല്ലാഹ്, സത്യമാണ് നബിയെ. എല്ലാ നിസ്കാരത്തിനും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയതിന് ശേഷമേ മറ്റുള്ള സൂറത്തുകൾ ഞാൻ ഓതാറ് പതിവ്. ആ സമയത്ത് എന്തിനാ നീ അത് ചെയ്യുന്നത്? എന്തിനാ അങ്ങനെ നീ ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബി പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നി ഉഹിബ്ബുഹാ, ആ സൂറത്തുൽ ഇഖ്ലാസിനെ വളരെയധികം ഞാൻ സ്നേഹിക്കുന്നു നബിയെ. വളരെയധികം സ്നേഹമാണ് ആ സൂറത്തിനോട്. അങ്ങനെ അങ്ങ് പറഞ്ഞിട്ടല്ല, അങ്ങ് കാണിച്ചിട്ടല്ല, എൻ്റെ ഇഷ്ടം പോലെയാണ് ഞാൻ അതിനോടുള്ള സ്നേഹം കൊണ്ട് ഞാനത് ഓതുന്നത് നബിയെ എന്ന് പറഞ്ഞപ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുത് എന്ന് പറഞ്ഞില്ല, അത് ബിദ്അത്താണ് എന്ന് പറഞ്ഞില്ല, അത് നിർത്തണം എന്നും പറഞ്ഞില്ല. പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന. ആ സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള നിന്റെ സ്നേഹം, നിന്റെ മുഹബ്ബത്തുണ്ടല്ലോ, അത് നിന്നെ സ്വർഗ്ഗത്തിലേക്ക് കടത്തുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാണ് അത് സൂറത്തുകളാണെങ്കിലും വ്യക്തികളാണെങ്കിലും. അന്ത മഅമൻ അഹ്ബബ്ത അന്ത മഅമൻ അഹബ്ബ, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമാണ്, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമാണ്. നിങ്ങളറിയുമോ, ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുല്ലാമാക്ക് മുമ്പ് ധാരാളം ആലിമ്യങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാക്ക് ശേഷം ധാരാളം ആലിമ്യങ്ങൾ ഈ ലോകത്തിൽ നിന്ന് നമുക്കറിയുന്ന ധാരാളം ആലിമ്യങ്ങൾ ഔലിയാക്കന്മാർ വിട പറഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമായെ അനുസ്മരിക്കാത്ത നാടുകളില്ല. ഏത് നോട്ടീസിലാണെങ്കിലും കാണുന്നത് ശംസുൽ ഉലമാ ಮತ್ತು സമസ്തದಿಂದ അകലിത ഉലമാകളെ നേതാറ അനുസ്മരണ. ആദ്യം തന്നെ ശൈഖുനാ ശംസുൽ ഉലമയുടെ പേര് പറയും, എന്നിട്ട് മറ്റുള്ള ആലിമ്യങ്ങളുടെ അനുസ്മരണം എന്ന് പറയും. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാക്ക് ശേഷം ധാരാളം ആലിമ്യങ്ങൾ വന്നിട്ടുണ്ട്, മുമ്പും ആലിമ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും പേര് പറയുന്നത് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം നിങ്ങൾ നോക്ക്, ഗൗസുൽ ആലം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ലോകത്ത് ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അനുസ്മരിക്കുന്നത്, പേര് പറയുന്നത്, അനുസ്മരിക്കുന്നത് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിനെയാണ്. അതിനേക്കാൾ മുമ്പ് ഗൗസുൽ ആലമിനേക്കാൾ വലിയ ആലിമ്യങ്ങൾ എന്ന് പറയാം ആലിമ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പോലോത്ത്, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലോത്ത്, മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലോത്ത്, അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിനെ പോലോത്ത് അഗ്രഗണ്യന്മാരായ മദ്ഹബിന്റെ ആലിമ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനുശേഷം ധാരാളം ആലിമ്യങ്ങൾ ഔലിയാക്കന്മാർ വന്നിട്ടുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ വന്ന ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിനെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കൂടുതൽ സ്മരിക്കുന്നു. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിന്റെ പ്രവർത്തനം ആ രീതിയിലായത് കൊണ്ട് തന്നെ എന്ന് തന്നെ പറയാം. അതിന്റെ അർത്ഥം മുമ്പുള്ളവർ പ്രവർത്തിച്ചിട്ടില്ല എന്നല്ല. അനുസ്മരിക്കത്തക്ക രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ കുലത്തിന്റെ ഖൽബിലേക്ക് ആ സ്നേഹം പടച്ച റബ്ബ് ഇട്ട് കൊടുക്കുകയാ. ആ രീതിയിലാണ് ബഹുമാനപ്പെട്ട ഈ കാലത്ത് 19-ാം നൂറ്റാണ്ടിൽ വന്ന ആലിമ്യങ്ങളിൽ കൂടുതൽ സ്മരിക്കപ്പെടുന്നത് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയാണ്. അല്ലാഹുവേ, ആ മഹാനവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും സന്തോഷത്തിലും വിജയത്തിലും ആക്കി തീർക്കണമേ തമ്പുരാനെ.